അരപ്പിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാൻ വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് ഒരു ഏകദേശം 1 ടീസ്പൂണോളം നമുക്കൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഇട്ടുകൊടുക്കാം. നന്നായി യോജിപ്പിച്ച് നന്നായി ആ ഒരു പച്ചമണം പോകാൻ വരെ വഴറ്റിയെടുക്കാം. കുറച്ചും കൂടി ആവാനുണ്ട്. ഏകദേശം ആയി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി നമുക്ക് ആയിട്ടിട്ടാനുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൊട്ടിയിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നമ്മൾ ഇട്ടിരിക്കണം. നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ആ ഒരു മസാലകളുടെ ഒക്കെ ഒരു പച്ചമണം പോണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ അരപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ചൂടാറാൻ വെക്കാം കേട്ടോ. വേഗം ചൂടാറാനായിട്ടൊന്ന് ഫാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫാനൊക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം അരപ്പിനായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിക്കായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെക്കുകയാണ്. ആ അരപ്പ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടം നമുക്ക് അടുത്തായി തയ്യാറാക്കി വയ്ക്കാം. കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടർ. 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരകം, കരയാമ്പും പട്ടയും ഇട്ട് കൊടുക്കാം. ബേ ലീവ്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. ഉള്ളിയും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. മീഡിയം സിമ്മിലിട്ടിരിക്കണം. ഈ ബട്ടർ കരിയാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ അതുപോലെ ഇത് വല്ലാണ്ട് വഴറ്റി വരാനും പാടില്ല. ക്രിസ്പിനെസ് തന്നെ വേണം, ഒന്ന് വാടും വേണം. സബോളയും ക്യാപ്സിക്കം ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇട്ട് വെക്കാം.
1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മഷ്റൂം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം കേട്ടോ. കുറച്ച് മതി, അധികം വേണ്ട. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്പം നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് അരച്ചെടുക്കാം. ഒരു ലേശം ഒരു നുള്ള് വെള്ളം ചേർക്കട്ടോ, ഒരു നുള്ള് മതിയേ. അരിപ്പ് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്നിട്ട് നമ്മൾ ലേശം കൂടിയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ നന്നായി തിളച്ച് ചെറിയൊരു എന്താ പറയുക കുഴമ്പ് രൂപത്തിലാവുന്നവർ നമുക്കൊന്ന് തിളച്ചെടുക്കണം കേട്ടോ. എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് കുറുക്ക് കളൻ പോലെ ആവും വേണ്ട, എന്നാൽ കുറച്ച് കട്ടിയാവും വേണ്ട. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റേക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർക്ക് വരും. അവസാനം കുറച്ച് മല്ലിയില വറ്റി വരും. അങ്ങനെ നമ്മുടെ കടായി മഷ്റൂം ഇടയ്ക്കാണ്. ചപ്പാത്തിയുടെയോ ബട്ടർ നാനിൻ്റെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ നമുക്ക് വിളമ്പി കഴിക്കുന്നതാണ്. നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി മഷ്റൂമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എപ്പോഴും സപ്പോർട്ടും എനിക്ക് വേണം. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ.